കുരയ്ക്കുമ്പം ശ്രദ്ധിച്ചിട്ട് കുരയ്ക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്കത് വേറൊരു കണ്ണിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്. ജസ്ന സലീമിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ കുഴപ്പമാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ ഹൈന്ദവരെ പോയി പഠിപ്പിക്കൂ. ഓരോ ദിവസം കൂടുമ്പം ഓരോരോ വിവാദങ്ങൾ, വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇപ്പൊ പുതിയ എന്നെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഗുരുവായൂര് റോഡ് സൈഡില് ജസ്ന സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട്, ഈ എന്താ പറയാ, ആരോ എന്തോ ചെയ്തതിന് എന്റെ മെക്കിട്ട് കയറാന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ മക്കളെ? ഞാനോ എൻ്റെ വാപ്പയോ അല്ല പോയിട്ട് റോഡുമ്മ കണി വെച്ചത്, നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. അപ്പം എന്നെയല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ആൾക്കാരെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ചെയ്തത് മോശമായിപ്പോയി എന്ന് ഹൈന്ദവരോടാണ് പറയേണ്ടത്, അല്ലാതെ ജസ്ന സലീമിനോടല്ല നിങ്ങൾ പറയേണ്ടത്. റോഡുമ്മൽ കണി വെച്ചത് മോശമായിപ്പോയി എന്ന് ജസ്ന സലീമിനോടല്ല നിങ്ങൾ പറയേണ്ടത്. ഹൈന്ദവ വിശ്വാസികളാണ് ഗുരുവായൂര് റോഡ് സൈഡിൽ കണി വെച്ചത്. നിങ്ങൾ അവരോട് പോയി പറയൂ നിങ്ങൾ ചെയ്തത് മോശമായിപ്പോയി എന്നുള്ളത്. കണിക്ക് മഹത്വമുണ്ടെങ്കിൽ നിങ്ങൾ അവരെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, എന്നെയല്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കണിക്ക് മഹത്വമുണ്ടെങ്കിൽ അവരെങ്ങനെ റോഡുമൽ വെക്കുക എന്നുള്ളത് അവരോട് ചോദിക്കൂ. എന്നോട് ചോദിച്ചിട്ടോ എന്നെ ഉപദേശിച്ചിട്ടോ എൻ്റെ പേർക്ക് കേസ് കൊടുത്തിട്ടോ കാര്യമില്ല. ഹൈന്ദവരാണ് റോഡുമ കണി വെച്ചത്, ജസ്ന സലീം അല്ല. അപ്പോൾ നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, എന്നെയല്ല പഠിപ്പിക്കേണ്ടത്. ആ റോഡുമ്മൽ കണി വെച്ചത് ആരാണോ അവരെ പോയിട്ട് ഉപദേശിക്കുക, അതാണ് അന്തസ്. അപ്പോൾ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാർക്ക് ഇപ്പോൾ കിട്ടേണ്ടത് ഇപ്പോൾ കിട്ടിയാലോ? ജസ്നാൻ്റെ വായിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതാ, നിങ്ങളൊന്നും ഇന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങളിപ്പോൾ അതാ റോട്ടിൽ, അതായത് ഗുരുവായൂർ അമ്പലനടയിൽ അല്ലെങ്കിൽ ആ ഗുരുവായൂർ പരിസരത്ത് നടു റോട്ടിൽ കണി വെച്ചവരോട് പോയി ചോദ്യം ചെയ്യുക. അത് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ എന്നെ അല്ല അത് ചോദ്യം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിക്കണു. അപ്പോൾ എന്തായി, നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി. കാരണം ഇവളെപ്പോലുള്ള, അതായത് ഇവളൊക്കെ നമ്മൾ, അതായത് ഗുരുവായൂർ അമ്പലനടയിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചു, അതല്ലെങ്കിൽ അത് പബ്ലിക്കാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ എന്താണ് ഇവളെങ്ങനെ പൊക്കി 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 കൊണ്ടുപോയത്. കാരണം എന്താ വെച്ചാൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നൊരു പെണ്ണ്, അതൊരു അന്യമതത്തിൽപ്പെട്ട ഒരു ദൈവത്തിന്, അതായത് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ, അതായത് നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് അവളെന്താണ് പൊക്കി പൊക്കി കൊണ്ടുപോയത്. അവസാനം ഇപ്പോൾ നിങ്ങളൊക്കെ തലയിൽ ഇപ്പോൾ അതാ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി. കാരണം ചെയ്ത കാര്യം ഇപ്പോഴും അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും അംഗീകരിക്കണില്ല. എപ്പോഴും പറയണത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ എന്താ നിങ്ങളെ ചെയ്തത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചു, അതിൽ കണ്ണൻ്റെ ഫോട്ടോ വരച്ച് ജീവിക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ജീവിത മാർഗമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കരഞ്ഞു പറയണത് ഇപ്പം എന്താണ്, അതാണ് പറയണത്. കാരണം ഞാൻ ചെയ്ത തെറ്റ് അതാണ്, അതിനിപ്പം നിങ്ങളെന്തിനാ എന്നെ ഇത്രത്തോളം കുറ്റപ്പെടുത്തി പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും വന്ന് അവളെന്താണ് കരഞ്ഞു പറയുന്നത്. ശരിയായിരിക്കാം, ഈ ഒരു വിഷുവിന് ഇപ്പം എന്താണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ പരിസരത്ത് നടു റോട്ടിൽ കണി ഒരുക്കിയത് ചിലപ്പോൾ ജസ്ന ആയിരിക്കില്ല. ജസ്ന ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ചിലപ്പോൾ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ എടുത്തത്, അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്തത് സോഷ്യൽ മീഡിയയിൽ എന്താ പബ്ലിക് ആക്കിയതായിരിക്കാം. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ജസ്ന ചെയ്തത് അത് തെറ്റില്ല, അല്ലെങ്കിൽ ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി പറയണമെന്നൊക്കെ പറയണത്, അത് അംഗീകരിക്കാൻ അത് ഏത് മതത്തിൽപ്പെട്ട ഒരാൾക്കാണെങ്കിലും അത് കണ്ടുവരിക. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ നീ ചെയ്തത് ഒരുപാട് തെറ്റുകൾ തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്തിരിക്കുന്നത്. നീ എന്താ ഒരു കേക്ക് മുറിച്ചില്ലേ, കേക്ക് ഒരു മതത്തിൽപ്പെട്ട, അതായത് ഒരാളും അവിടെ കേക്ക് മുറിച്ചിട്ടോ അതില്ലെങ്കിൽ അങ്ങനെ ഒരു ആഘോഷമോ കാര്യങ്ങളൊന്നും അവിടെ ഇന്നേ വരെ ചെയ്തിട്ടില്ല ആ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട്. നീ അത് ചെയ്തില്ലേ, നീ ആ ചെയ്തത് തെറ്റ് തന്നെയല്ലേ. അതുപോലെ തന്നെ നീ ആ ഗുരുവായൂർ അമ്പലത്തിൽ എന്താണ് റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ അവിടെ പബ്ലിക്കായി നടന്നിട്ടും അവിടെ വരുന്ന ജനങ്ങൾ, അതായത് അവിടെ വിശ്വാസികൾ വരുന്നുണ്ട്, അവിടെ പ്രാർത്ഥിക്കാനും അതിനൊക്കെ വരുന്നവരൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊക്കെ തന്നെ നീ അവിടെ എന്താണ് തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട്, അത് തലയിൽ തട്ടിടണ എന്താണ് നിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിനക്ക് അവിടെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ അതില്ലെങ്കിൽ അവിടെ എന്തോ ഒരു വലിയ സ്വാതന്ത്ര്യം പോലെ നീ എന്ത് ചെയ്താലും അതൊരു കുറ്റമില്ല എന്ന് തോന്നുന്ന പോലെയാണ് നീ അവിടെ കാട്ടിക്കൂട്ടുന്നത്. നിനക്കൊരു സ്വാതന്ത്ര്യം പോലെയാണ് നീ അവിടെ ചെയ്ത് കൂട്ടുന്നത്. പിന്നെ നീ ഒരു ഫോട്ടോ വരച്ചു, അല്ലെങ്കിൽ എന്താണ് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് ജീവിക്കണേനോ അതിൽ നിന്ന് കിട്ടണ വരുമാനം നിൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് നീ അത് ചെലവഴിക്കണോ ആരും ഒരാളും കുറ്റപ്പെടുത്താനോ അതൊന്നും പറയാനൊന്നും വരുന്നില്ല. പക്ഷെ നീ അത് എന്താ അതിര് കടന്നു, നീ അത് അമ്പലത്തിനകത്ത് കടന്ന്, അതായത് ഈ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ വെച്ചിട്ട് നീ ഒരു ബിസിനസ്
ബിസിനസ് കച്ചവടം തന്നെയാണ് നീ എന്താണ് അതിനകത്ത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നീ എന്താണ് അതായത് ഏത് പുറത്തത്തെ ഒരാളാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ഹിന്ദു നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ അത് കാണുമ്പോൾ അതായത് വേറൊരു മതത്തിൽ വന്നൊരു സഹോദരി അതായത് ഒരു മുസ്ലിം പെണ്ണൊരു എന്താണ് കണ്ണൻ്റെ ഫോട്ടോ വരച്ച് അത് പബ്ലിക്കാക്കണു, അത് കച്ചവടം ചെയ്യണു. അപ്പോൾ അതെന്താണ് എല്ലാവർക്കും അത് ഒരു കൗതുകം തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അത് തന്നെയാണ് നിന്റെ ടാർഗറ്റ്. അതുപോലെ തന്നെ ഈ ഗുരുവായൂർ അമ്പലനടയിൽ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് തൊഴാൻ വന്ന ഒരു സ്ത്രീനോട് നീ ചൂടായിട്ടും അങ്ങനെ പബ്ലിക്കിൻ്റെ ഒക്കെ മുമ്പിലൊക്കെ വെച്ചിട്ട് നീ ഒരുപാട് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. നിനക്കെന്താണ് ആ അമ്പലത്തിൽ വരുന്നവർ അല്ലെങ്കിൽ ആ അവിടെ വന്ന് തുഴയുന്നവരൊക്കെ തുഴയാൻ വന്നവരൊക്കെ നീ കുറ്റപ്പെടുത്തിയിട്ടും അതല്ലെങ്കിൽ അവിടെ ഒരു കച്ചറ പോലെയൊക്കെ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ആരാണ് അവിടെ തന്നത്? അതല്ലെങ്കിൽ അതിനുള്ള അധികാരം നിനക്ക് എന്താണ് അവിടെ ഉള്ളത്? അത് വേറൊരു മതത്തിൽപ്പെട്ട അവരുടേതായിട്ടുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അത് സന്ദർശിക്കാൻ വരുന്നവരൊക്കെ കുറ്റപ്പെടുത്താൻ അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് കച്ചറ ഉണ്ടാക്കാനൊക്കെ നിനക്കെന്താണ് ഇപ്പോൾ അവിടെ ഒരു അധികാരം? അതോ നീയിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നിന്നെ കാണാൻ വന്ന നിനക്കിപ്പോൾ കുറച്ച് സഹോദരങ്ങളാന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ നിന്റെ വീട്ടിൽ വന്ന അവരുടെ ബലം കൊണ്ടാണോ, ആ തീട്ട ബൈജുവിൻ്റെ ഒക്കെ ബലം കൊണ്ടാണോ നീയൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണത്? ഹായ് ഡേ എന്റെ ഏട്ടൻ നമസ്കാരം. സുഖവാസം കഴിഞ്ഞ് ഫസ്റ്റ് വീഡിയോ എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ടോ ഭയങ്കര സന്തോഷായി. ഒരിക്കലും പ്രതീക്ഷയില്ല, കണ്ണു തള്ളിപ്പോയി. വേറെ ആളുകൂടെ ഉണ്ട്. എന്തായിരുന്നാലും ഒന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. 60 കോടിയുടെ വീട് കണ്ടു കീഴടക്കി. എന്നാലും 60 കോടിയൊക്കെ കൊച്ചുണ്ടാക്കിയല്ലോ കേട്ടോ സംഭവം. ജസ്നയുടെ വീട് ഞങ്ങൾ കണ്ടു, ജസ്നയെ കണ്ടു. ജസ്നയുടെ വീടിന്റെ ചുറ്റുപാട് 60 കോടിയുടെ വീട് അത്ഭുതത്തോടെ കാണാൻ വേണ്ടി വന്നതാണ്. കോപ്പി എടുക്കുന്നത് കണ്ടു. പിന്നെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നതിന് കാരണം കേട്ടോ. ഒരു എക്സ്പ്ലനേഷൻ വേണല്ലോ. താങ്ക് യു. ഇതിൽ ഞാൻ കണ്ണനോടാട്ടോ താങ്ക്സ് പറയുന്നത്. കാരണം നിരപരാധിത്വം തെളിഞ്ഞൊരു മനുഷ്യൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒട്ടും പ്രതീക്ഷയില്ല, ശരിക്കും ഞാൻ കണ്ണു തള്ളിപ്പോയിട്ട് ഇവിടെ വന്നപ്പോ സർപ്രൈസ് ആയിട്ട് ടീച്ചറെ കൂട്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ടീച്ചറെ വീട്ടിൽ വന്നതാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ടീച്ചറോട് ഇങ്ങനെ ജസ്നയുടെ വീട്ടിൽ നമുക്ക് പോവാം. അങ്ങനെ വന്നു കണ്ടു കീഴടക്കി. നമുക്ക് ആരോടും സ്ഥായിയായിട്ട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം. നമുക്ക് എന്താണോ തോന്നുന്നത്, ശരി എന്ന് തോന്നുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരുത്തുക എന്നുള്ളത് മാനുഷികമായിട്ടൊരു ധർമ്മമാണ്. അല്ല ഇതുപോലുള്ള തീട്ടങ്ങൾ വന്നിട്ട് നിന്റെ വീട് കണ്ടിട്ടോ അതല്ലെങ്കിൽ നിന്റെ വീടും പരിസരം കണ്ടിട്ടോ അതല്ലെങ്കിൽ നീ ചിത്രം വരക്കണത് നല്ല രീതിയിൽ തന്നെ വരക്കണത് അതല്ലെങ്കിൽ കോപ്പി അടിക്കുകയല്ല അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീട്ടങ്ങൾ നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നീ വരക്കുന്നതോ അല്ലെങ്കിൽ നീ വരച്ച ചിത്രം വിൽക്കുന്നതോ ആ വിറ്റ പൈസ കൊണ്ട് നീ വീട്ടിൽ കൊടുത്തിട്ട് കുടുംബത്തിൽ അരി വാങ്ങണതോ അതൊന്നുമല്ല ഇപ്പോൾ പ്രശ്നം. നീ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് പോയിട്ട് നീ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ കുറിച്ചിട്ടാണ് ഓരോ സഹോദരങ്ങളും പറയുന്നത്. അത് ഓരോ വ്യക്തികളും, അത് ഇന്ന മതത്തിൽപ്പെട്ടവരെന്നല്ല, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അത് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ പേക്കൂത്തുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നീ ചെയ്തത് തെറ്റാണ്, പക്ഷെ നീ അത് അംഗീകരിക്കണില്ല. നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി പറയണത് നീ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നീ എന്താ ഇതിൻ്റെ ഇടയിൽ ഇടക്ക് പറഞ്ഞു നീ BJP-ക്കാർ അല്ലെങ്കിൽ RSSനൊക്കെ നീ ഇങ്ങനെ പന പോലെ വളർത്തിയിട്ട് അല്ലെങ്കിൽ പൊക്കി ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പം എന്താ ഈ ഓന്ത് നിറം മാറണ, അതായത് ഓന്തടക്കം നാണിച്ചു പോകും നിന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ. നിന്റെ ഈ ഓന്ത് നിറം മാറണ മാതിരി ഈ ഒരു നിറം മാറൽ കാണുമ്പോഴൊക്കെ ഓന്തിനടക്കം നാണം വരാൻ തുടത്തിക്കണു. അതെന്താന്ന് വെച്ചാൽ ഈ ജസ്നെ പറയണത് നിങ്ങൾക്ക് കേൾക്കാം. അതായത് ഈ ഒരു RSSനെയും അതല്ലെങ്കിൽ BJP-നെ കുറിച്ചിട്ടൊക്കെ രണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണ ജസ്ന, അതായത് ജസ്നേൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ ജസ്നേൻ്റെ വീഡിയോയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാത്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJP-ക്കാരും RSSകാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറേ BJP-യിലും RSSയിലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ വിഷുക്കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കി അതെന്റെ പേരിലേക്ക് എടുത്തിട്ട്. ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചതാ. അവർക്കത് അങ്ങനെ ആവാവൂ എന്ന് നടക്കുന്ന കുറച്ച് BJP-ന്റെ RSSന്റെ ആൾക്കാർ.
അല്ല ജസ്ന, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത്. BJP RSSനൊക്കെ പറയുമ്പോൾ നിനക്കൊക്കെ 1000 നാവേറുന്നു അവരെ കുറിച്ച് നല്ലത് പറയാൻ. അതായത് നിന്റെ നാവിൽ തേനൂറും, അതായത് തേനൊക്കെ ഇങ്ങനെ ഒലിക്കേറുന്നു ഈ BJP RSSനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴൊക്കെ. അത് അങ്ങനെയായിരുന്നു അവരല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു. അവര് സ്ത്രീകളെ നല്ല ബഹുമാനിക്കണവരാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറയണവരല്ല. അതായത് അവർക്ക് അത്രയും മുൻഗണന കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നിന്റെ സോഷ്യൽ മീഡിയയിൽ നീ തന്നെ വീഡിയോ ഇട്ടിരുന്നു. അതൊക്കെ നീ മറന്നുപോയ നീ പറഞ്ഞതൊക്കെ? അതോ വാക്ക് മാറ്റിയ ഈ ഓന്ത് നിറം മാറണമാരൊക്കെ നീ എന്തെങ്ങനെ പറയണത്? ഓന്ത് നിറം മാറണമാരാണ് ഇപ്പോൾ ഇതൊക്കെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ആ പഴയ വീഡിയോ നീ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ അറിയുന്ന, എനിക്ക് പരിചയമുള്ള, ഞാൻ കേട്ടറിഞ്ഞ RSSന്റെയും BJPന്റെയും ആൾക്കാരെ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു യഥാർത്ഥ RSSകാരോ യഥാർത്ഥ BJPക്കാരോ ജസ്ന സലീമിനാന്നല്ല ലോകത്തൊരാളെയും ഒരു രീതിയിലും ഉപദ്രവിക്കില്ല. കാരണം എന്താ വെച്ചാൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ച ഒരു പാർട്ടിയാണത്. ഭാരതാമ്മയെ അമ്മയായിട്ട് കാണുന്ന ഒരു പാർട്ടിയാണത്. അവർക്ക് സ്ത്രീകളെ ഉപദ്രവിക്കാൻ അറിയില്ല, സ്ത്രീകളെ സംരക്ഷിക്കാൻ മാത്രമേ അറിയുള്ളൂ. അവരുടെ അടുത്തൊരു സ്ത്രീ വരുമ്പോൾ ഒരടി അകലം പാലിച്ചിട്ട് തന്നെ പെരുമാറാനും അവർ പഠിച്ചിട്ടുണ്ട്. അതാണ് അവർക്ക് അമ്മയുടെ വില അറിയാം, അതുകൊണ്ട് ഒരു സ്ത്രീയുടെയും വില അറിയാം. അപ്പോൾ ജസ്ന സലീമിനോട് പറയാനുള്ളത്, നീ ഓന്ത് നിറം മാറണമാതിരി നീ മാറിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ RSSനെ അല്ലെങ്കിൽ BJPനെ നീ കുറ്റപ്പെടുത്തി പറയാം, അതൊക്കെ നിന്റെ ഇഷ്ടം. അതുപോലെ തന്നെ നീ മതം മാറുക, അല്ലെങ്കിൽ മുസ്ലിംസിൽ നിന്ന് ഹിന്ദുസിലേക്ക് പോവുക, ഹിന്ദുസിന് നീ ക്രിസ്ത്യൻസിലേക്ക് പോകുക, അതൊക്കെ നിന്റെ ഇഷ്ടം. നിനക്ക് മതം ഇല്ലാതെ ജീവിക്കലോ, അതൊക്കെ നിൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും ആരും ചോദ്യം ചെയ്യാനോ ഒന്നും വരാനില്ല, കുറ്റപ്പെടുത്തി പറയാനോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നീ കണ്ണൻ്റെ ഫോട്ടോ വരച്ച്, ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് ജീവിക്കുക, കിട്ടണ പൈസ നീ കുടുംബത്തിൽ കൊടുന്നിട്ട് അരി വാങ്ങി നീ ജീവിക്കുക. അതൊന്നും ഒരു പ്രശ്നം, ആർക്കും ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ നീ ഇതുപോലെ ഈ ഒരു അമ്പലങ്ങളിൽ പോയിട്ട്, പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ അമ്പല നടയിലൊക്കെ പോയിട്ട് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ലവരായിട്ടുള്ള ആൾക്കാർ, അതായത് അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അത് ചോദ്യം ചെയ്യും. അത് ഏത് മതത്തിൽപ്പെട്ട, അത് ഹിന്ദുസ് എന്നല്ല, ക്രിസ്ത്യൻസ് എന്നല്ല, മുസ്ലിംസ് എന്നല്ല, ആരാണെങ്കിലും നിന്നെ അത് ചോദ്യം ചെയ്യും. അത് കാരണം നീ അമ്മാരി പേക്കൂത്തുകളാണ് ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നീ ചെയ്യുന്നത്. നിനക്ക് അങ്ങനെ ഒരു ഭക്തി ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നീ ഹിന്ദു മതത്തിലേക്ക് പോയിക്കോ. ഇനി വേണ്ട, എനിക്ക് ഹിന്ദു മതത്തിൽ പോകാതെ തന്നെ നിനക്ക് അങ്ങനെ ഭക്തി ഉണ്ടെങ്കിൽ നീ വീട്ടിലിരുന്ന് നീ കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുക, അത് എന്തോ നീ ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ അമ്പലത്തിൽ പോയിട്ട് മറ്റുള്ളവരെയും കൂടിയും ആ മതത്തിൽപ്പെട്ടവരെയും കൂടി ബുദ്ധിമുട്ടിക്കാനാണെന്ന് പോകണമെങ്കിൽ ഇതുപോലെ പല ആൾക്കാരും നിന്നെ ചോദ്യം ചെയ്യും. അത് ഇതുപോലെ ഈ ഒരു സംസാര വിഷയമായിരിക്കും. കാരണം അത് നീ തന്നെ ഉണ്ടാക്കുകയാണ്. നീ നിൻ്റെതായിട്ട് തന്നെ കുഴി തോണ്ടുന്നൊക്കെ പറയില്ല, നീ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പല ആൾക്കാരും അത് ചോദ്യം ചെയ്യും. നിനക്ക് അങ്ങനെ കൃഷ്ണൻ്റെയോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ നിനക്കെന്താണ്, ഒന്നല്ലെങ്കിൽ ഹിന്ദു ആകാം. ഇനി ഹിന്ദു ആകണില്ലെങ്കിൽ തന്നെ നീ നിൻ്റെ വീട്ടിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അതൊന്നും ആരും തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അതാ ചോദ്യം ചെയ്യാനൊന്നും ആരും വരൂല.